ഹരേ കൃഷ്ണ. ഇന്ന് രമ ഏകാദശി. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലകനായ ഭഗവാനെ, കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? അതീവ രഹസ്യങ്ങളായ ഇതേപ്പറ്റിയുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു നൽകിയാലും. പരമോന്നത ഈശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരിലെ സിംഹമേ, ദയവായി ഞാൻ പറയുന്നത് കേട്ടാലും. കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് രമ ഏകാദശി. ഇത് ഏറ്റവും വലിയ പാപങ്ങളെപ്പോലും ഉടനടി ഇല്ലാതാക്കുകയും ആത്മീയ ലോകത്തേക്കുള്ള വഴി തെളിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ഏകാദശി ഏറ്റവും ശുഭകരമാണ്. ഈ ഏകാദശിയുടെ മഹാത്മ്യത്തെപ്പറ്റി ഞാൻ അങ്ങേക്ക് വിവരിക്കാം. ഇന്ദ്രനോടും യമരാജനോടും വരുണനോടും വിഭീഷണനോടും സൗഹൃദം പുലർത്തിയിരുന്ന മുചുകുന്ദൻ എന്ന പ്രസിദ്ധനായ രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം നിത്യവും സത്യം മാത്രം സംസാരിക്കുന്നവനും എനിക്ക് നിരന്തരം ഭക്തിപൂർവം സേവനങ്ങൾ ചെയ്യുന്നവനുമായിരുന്നു. അദ്ദേഹം വേദങ്ങളിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഭരിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എല്ലാം നന്നായി നടന്നു. മുചുകുന്ദൻ്റെ മകൾക്ക് ഒരു പുണ്യനദിയുടെ പേര് നൽകി. രാജാവ് അവളെ ചന്ദ്രസേന രാജാവിൻ്റെ മകനായ ശോഭനന് വിവാഹം കഴിച്ചു നൽകി. ഒരു ഏകാദശി ദിനത്തിൽ ശോഭനൻ മുചുകുന്ദൻ്റെ രാജ്യം സന്ദർശിക്കുവാനിടയായി. ഇത് ചന്ദ്രഭാഗ ദേവിയെ ഉത്കണ്ഠാകുലയാക്കി. കാരണം തൻ്റെ ഭർത്താവ് ശാരീരികമായി ദുർബലനായതിനാൽ വ്രതത്തിൻ്റെ കാഠിന്യം സഹിക്കുവാൻ അദ്ദേഹത്തിനാകില്ല എന്നറിയാമായിരുന്നു. ചന്ദ്രഭാഗ ദേവി ശോഭനനോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൽ വളരെ കർശനനാണ്. ദശമ ദിവസം പെരുമ്പറക്കൊട്ടി കൊണ്ട് ശ്രീഹരിയുടെ ദിവസമായ ഏകാദശിയിൽ ആരും ഭക്ഷണം കഴിക്കരുതെന്ന് വിളംബരം ചെയ്യുന്നു. ശോഭനൻ ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പിതാവിൻ്റെ കണിശതയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ദേവി പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ മൃഗങ്ങളായ ആനകളും കുതിരകളും പോലും ഉപവാസത്തിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. പിന്നെ മനുഷ്യരുടെ കാര്യം എന്തു പറയാനാണ്? അതുകൊണ്ട് അല്ലയോ ഭർത്താവേ, ഉപവസിക്കാൻ കഴിയാത്ത പക്ഷം അങ്ങ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോകേണ്ടതാണ്. അതിനാൽ ഉറച്ച ബോധത്തോടെ എന്തു വേണമെന്ന് തീരുമാനിക്കൂ. ശോഭനൻ പവിത്രമായ ഏകാദശി ഉപവസിക്കുവാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ അമിത വിശപ്പും ദാഹവും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ദ്വാദശിയിൽ സൂര്യൻ ഉദിച്ചപ്പോഴേക്കും രാജകുമാരൻ ശോഭനൻ മരിച്ചിരുന്നു. മുചുകുന്ദൻ തൻ്റെ മകളോട് ഭർത്താവിൻ്റെ ചിതയിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശിച്ചു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അവൾ പിതാവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചു. രമ ഏകാദശി ആചരിച്ചതിനാൽ ശോഭനൻ മന്ദരാചല പർവ്വതത്തിൻ്റെ ഉയർന്ന ശിഖരത്തിലെ സ്വർഗതുല്യമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ഗന്ധർവന്മാരും അപ്സരസുകളും അദ്ദേഹത്തെ സേവിച്ചു. ഒരിക്കൽ മുചുകുന്ദൻ്റെ രാജ്യത്ത് താമസിച്ചിരുന്ന സോമശർമ്മൻ എന്ന ബ്രാഹ്മണൻ വിവിധ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ അവിടെ എത്തി. ബ്രാഹ്മണൻ പറഞ്ഞു, ഇതുവരെയും ഇത്രയും മനോഹരമായ നഗരം ആരും കണ്ടിട്ടില്ല. ഇത് എങ്ങനെ അങ്ങേക്ക് ലഭിച്ചു? അപ്പോൾ ശോഭനൻ പറഞ്ഞു, രമ ഏകാദശി ആചരിച്ചതിനാലാണ് എനിക്കിത് ലഭിച്ചത്. ഇതൊരു ക്ഷണിക നഗരമാണ്. ഇതിനെ ശാശ്വതമാക്കാൻ അങ്ങെന്നെ സഹായിക്കണം. ബ്രാഹ്മണൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ നഗരം അസ്ഥിരമായിരിക്കുന്നത്? അപ്പോൾ ശോഭനൻ മറുപടി പറഞ്ഞു, രമ ഏകാദശിയിൽ വിശ്വാസമില്ലാതെ ഉപവസിച്ചതിനാലാണ് എനിക്ക് അസ്ഥിരമായ ഈ മനോഹരമായ രാജ്യം ലഭിച്ചത്. ഇനി ഇത് എങ്ങനെ ശാശ്വതമാക്കുമെന്ന് കേട്ടാലും. മുചുകുന്ദ രാജാവിൻ്റെ മകളായ ചന്ദ്രഭാഗിയുടെ അടുത്തെത്തി ഈ സ്ഥലത്തെ പറ്റിയും എന്നെ പറ്റിയും അങ്ങ് കണ്ടതും മനസ്സിലാക്കിയതുമായ എല്ലാം പറയണം. ബ്രാഹ്മണൻ തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തുകയും ചന്ദ്രഭാഗ ദേവിയെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് ചന്ദ്രഭാഗ ഒരേ സമയം സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണൻ പറഞ്ഞു, ദേവന്മാരുടെ ഉല്ലാസ കേന്ദ്രമെന്ന് തോന്നിപ്പിക്കുന്ന ആ രാജ്യം അസ്ഥിരമാണ്. ഏത് നിമിഷവും അപ്രത്യക്ഷമാകാം. അതിനൊരു പരിഹാരം കാണാൻ ദേവിക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട് ചന്ദ്രഭാഗ ബ്രാഹ്മണനോട് അപേക്ഷിച്ചു, ഭർത്താവിൻ്റെ വാസസ്ഥലത്തെത്തിക്കൂ, വേർപിരിഞ്ഞ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഒന്നിപ്പിക്കൂ. അങ്ങനെ ബ്രാഹ്മണൻ ചന്ദ്രഭാഗയെയും കൂട്ടി ശോഭനന്റെ അടുത്തേക്ക് യാത്രയായി. മന്ദരാചല പർവ്വതത്തിന്റെ ചുവട്ടിലെ വാമദേവന്റെ പവിത്രമായ ആശ്രമത്തിൽ എത്തിച്ചേർന്നു.
അവളുടെ അത്ഭുതകരമായ കഥ കേട്ടപ്പോൾ വാമദേവൻ വേദങ്ങളിൽ നിന്നും മന്ത്രം ഉച്ചരിച്ച് ജലം അവളുടെ മേൽ തളിച്ചതും ആ വലിയ ഋഷിയുടെ തപോബലത്താലും ഏകാദശി വ്രതങ്ങളിലൂടെ അവർക്ക് ലഭിച്ച പുണ്യത്താലും അവളുടെ ശരീരം ആധ്യാത്മികമായി മാറി. പരമാനന്ദത്താൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. ചന്ദ്രഭാഗ അവളുടെ യാത്ര തുടർന്നു. മന്ദരാജലത്തിന്റെ ഉയർന്ന ശിഖരങ്ങളിലൂടെ ചന്ദ്രഭാഗ തന്റെ അടുത്തെത്തിച്ചേരുന്നത് കണ്ട ശോഭനൻ അതിയായി സന്തോഷിച്ചു. അവൻ അവളെ ഇടതുവശത്തിരുത്തി. ചന്ദ്രഭാഗ ശോഭനനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വാമി, ഞാൻ പറയുന്നത് കേട്ടാലും. ഞാൻ 8 വയസ്സ് മുതൽ പൂർണ്ണ വിശ്വാസത്തോടെ ഏകാദശി ഉപവസിക്കാറുണ്ട്. അതിലൂടെ എനിക്ക് ലഭിച്ച പുണ്യം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതിലൂടെ അങ്ങയുടെ ഈ രാജ്യം തീർച്ചയായും ശാശ്വതമായി മാറും. ഈ രാജ്യത്തിന്റെ യശസ് മഹാപ്രളയകാലത്തോളം ഉയർന്നുകൊണ്ടിരിക്കും. ചന്ദ്രഭാഗ ദേവി സർവാലങ്കാര ഭൂഷിതയായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും തന്റെ ഭർത്താവിനൊപ്പം ജീവിതം ആസ്വദിച്ചു. അല്ലയോ മഹാനായ രാജാവേ, ഇപ്രകാരം രമാ ഏകാദശിയുടെ മഹാത്മ്യങ്ങൾ ഞാൻ അങ്ങയോട് വിശദീകരിച്ചിരിക്കുന്നു. ഏതൊരു വ്യക്തിയാണോ ഈ ഏകാദശി വ്രതം ആചരിക്കുന്നത്, നിശ്ചയമായും ആ വ്യക്തി ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നുപോലും മോചിതനാകുന്നു. അതുകൂടാതെ ജനന മരണ ചക്രത്തിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവിന് അതിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഒരു വ്യക്തി ഈ ഏകാദശിയുടെ മഹാത്മ്യം കേൾക്കുക മാത്രം ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും നീങ്ങുകയും അവർക്ക് ഭഗവാന്റെ വൈകുണ്ഠ പ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വ്യാസ മഹർഷിയുടെ ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ നിന്നുമുള്ള പവിത്രമായ കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ രമ ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെ അവസാനിക്കുന്നു. ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:13 10:11 ഇടയിൽ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.